PM ശ്രീ UDF-നെ തിരിഞ്ഞുകുത്തുന്നതാണ് കഴിഞ്ഞ ദിവസം കണ്ടത്. പ്രതിപക്ഷത്തായിരിക്കെ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് വലിയ രീതിയിൽ LDF-നെതിരെ രാഷ്ട്രീയ ആയുധമാക്കുകയും അതിന്റെ ഗുണം നേടിയെടുക്കുകയും ചെയ്തു. എന്നാൽ ഭരണത്തിൽ വന്നപ്പോൾ അതിൽ മലക്കം മറിയുകയാണ് ചെയ്തിരിക്കുന്നത്. പദ്ധതിയിൽ നിന്ന് എങ്ങനെയെങ്കിലും പിന്മാറാനുള്ള സാധ്യത തേടാതെ പദ്ധതി എങ്ങനെയും നടപ്പിലാക്കാനുള്ള ശ്രമങ്ങളാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. പദ്ധതിയുടെ MOU കഴിഞ്ഞ LDF സർക്കാരാണ് ഒപ്പിട്ടതിനാൽ പിന്മാറാനാകില്ലെന്ന നിലപാടിലാണ് UDF ഇപ്പോൾ. എന്നാൽ സംസ്ഥാനങ്ങൾക്ക് വേണമെങ്കിൽ പിന്മാറാമെന്ന് സൂചിപ്പിക്കുന്ന തരത്തിലാണ് കേന്ദ്രമന്ത്രി കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ മറുപടി നൽകിയിരിക്കുന്നത്. ഇതോടെ ചൂടുപിടിച്ച ചർച്ചകളാണ് സംസ്ഥാനത്ത് നടക്കുന്നത്. ചർച്ചകളുടെ എല്ലാം ആംഗിൾ ഒന്നാണ്, അത് UDF സർക്കാരിന് എതിരുമാണ്. പിന്മാറാമെന്നിരിക്കെ എന്തുകൊണ്ട് സർക്കാർ നടപ്പിലാക്കാൻ വാശി പിടിക്കുന്നു എന്നാണ് പദ്ധതിയിൽ ഒപ്പിട്ട CPM ഉൾപ്പെടെ ആഞ്ഞടിച്ച് ചോദിക്കുന്നത്. ഇന്നലെ നടന്ന ചാനൽ ചർച്ചകളിലും ഇതാണ് കണ്ടത്. ആരും അറിയാതെ പോയി ഒപ്പിട്ട് അതിന്റെ മറവിൽ SSK ഫണ്ടും വാങ്ങിച്ചെടുത്തിട്ടാണ് CPM നല്ല പിള്ള ചമഞ്ഞ് രംഗത്ത് വന്നിരിക്കുന്നത്. CPM പ്രതിനിധികളെല്ലാം ഉന്നയിക്കുന്ന പ്രധാന കാര്യം MOU മാത്രമാണ് ഒപ്പിട്ടത്, അതിൽ നിന്ന് എപ്പോൾ വേണമെങ്കിലും സംസ്ഥാനത്തിന് പിന്മാറാം, അതിന് യാതൊരു തടസ്സവുമില്ല, നിയമപരമായ പ്രശ്നങ്ങളുമില്ല എന്നാണ്. ഇന്നലെ മുൻ മന്ത്രിയും CPM ബുദ്ധിജീവിയുമായ തോമസ് ഐസക് ഫേസ്ബുക്കിലൂടെയും ഇക്കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ തിരിച്ചുള്ള ഒരു ചോദ്യം, പിന്മാറാൻ ഇത്ര എളുപ്പമായിരുന്നുവെങ്കിൽ എന്തുകൊണ്ടാണ് ഒപ്പിട്ട് 5 മാസത്തോളം കിട്ടിയിട്ടും CPM പിന്മാറാഞ്ഞത് എന്നാണ്. പിന്മാറുന്നതിന് പകരം ഇത് നിർത്തിവെക്കണമെന്ന അഭ്യർത്ഥനയാണ് LDF സർക്കാർ എന്ന കേന്ദ്രത്തോട് നടത്തിയത്. വിഷയം പഠിക്കാൻ മന്ത്രിസഭാ ഉപസമിതിയെ രൂപീകരിച്ച് CPIയുടെ കണ്ണിൽ പൊടിയിട്ട് സമയം കളഞ്ഞ് മുന്നോട്ട് പോവുകയാണ് CPM അന്ന് ചെയ്തത്. പിന്നെ പറയുന്ന ഒരു വാദം, ഞങ്ങൾ ഒപ്പിട്ടത് PM ശ്രീ നടപ്പാക്കാനല്ല, അതുമായി ബന്ധമില്ലാത്ത SSK ഫണ്ട് വാങ്ങിച്ചെടുക്കാൻ മാത്രമായിരുന്നു എന്നാണ്. അതിനുള്ള വ്യവസ്ഥ MOU വായിച്ചിട്ടുള്ള ആർക്കും അതിൽ കാണാൻ കഴിയില്ല എന്നതാണ് വാസ്തവം. ഇനി ആ വാദം അംഗീകരിച്ചാൽ തന്നെയും SSK ഫണ്ട് പൂർണ്ണമായും കേരളത്തിന് കിട്ടിയിട്ടില്ല. ബാക്കി തുക വാങ്ങിയെടുക്കേണ്ടേ എന്ന ചോദ്യവും അവശേഷിക്കുന്നുണ്ട്. അതിനൊന്നും CPM നേതാക്കൾക്ക് മറുപടിയില്ല. ഇന്ന് പിണറായി വിജയൻ വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞതും ഇതേ തൊടുന്യായമാണ്. PM ശ്രീയിലൂടെ BJP കാവ്യവൽക്കരണമാണ് ലക്ഷ്യമിടുന്നത്, അതുകൊണ്ട് അംഗീകരിക്കാൻ കഴിയില്ലെന്നാണ് പിണറായിയുടെ നിലപാട്. സ്വന്തം അണികളെ പിന്നിൽ നിന്ന് കുത്തുന്ന നിലപാടാണ് UDF സ്വീകരിക്കുന്നതെന്നും സംഘപരിവാറിന് ഒറ്റിക്കൊടുക്കുന്ന ബ്ലഡ് മണി എന്ന് പറഞ്ഞാലും തെറ്റില്ല എന്നെല്ലാം ആഞ്ഞടിക്കുന്നുണ്ട് പ്രതിപക്ഷ നേതാവ്. മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഈ തിരിച്ചറിവൊന്നും അദ്ദേഹത്തിന് ഉണ്ടാകാതെ പോയത് എന്തുകൊണ്ടാകുമെന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല. എന്തായാലും വിഷയത്തിൽ UDF സർക്കാർ പ്രതിരോധത്തിലാണ് എന്നതാണ് നിലവിലെ രാഷ്ട്രീയം. വരുന്ന ബുധനാഴ്ച മന്ത്രിസഭാ യോഗത്തിന് ശേഷമുള്ള പതിവ് വാർത്താ സമ്മേളനത്തിൽ വിവാദങ്ങൾക്കൊക്കെ മുഖ്യമന്ത്രി മറുപടി നൽകുമെന്ന് ഉറപ്പാണ്. ഏതെങ്കിലും മറുപടികൾ കൊണ്ട് പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നതിനേക്കാൾ PM ശ്രീ നടപ്പാക്കില്ല എന്ന ഒറ്റ പ്രഖ്യാപനത്തിലൂടെ വിവാദങ്ങളുടെ വായടപ്പിച്ച് മുഖ്യമന്ത്രി VD സതീശൻ രാഷ്ട്രീയ മൈലേജ് ഉയർത്തുന്നത് കാണാനാണ് അണികൾ ആഗ്രഹിക്കുന്നത് എന്നതിൽ തർക്കമില്ല.